ഹായ് എല്ലാവർക്കും ആമോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. നോർമൽ മെഷീനിൽ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്താണെന്ന് കാണിക്കുന്നത്. ഒത്തിരി പേര് എൻക്വയറി ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ തീർത്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ ആദ്യം ഇവിടുത്തെ ടൈ ജോയിൻ ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ ടൈയുടെ മുകൾ ഭാഗം ഒന്ന് ലെവലിന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ടൈ അടിക്കുമ്പോൾ ഒരു ഭാഗം നമ്മളിങ്ങനെ നേരെ അടിച്ച് വന്ന് അടിഭാഗത്ത് ഒന്ന് ചെരിച്ച് കൊടുക്കണം. ഞാനിത് തയ്ച്ചിട്ട് കാണിച്ചു തരാവേ. ഇതുപോലെ അടിച്ചെടുക്കണം. ആദ്യം ഞാൻ അറിയാതെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് പോയതാണ് കാണുന്നത്. ഇനി നമുക്കിത് ഇവിടെ അടിഭാഗത്ത് ലെവലിന് വെട്ടിയെടുക്കണം. ഒത്തിരി തയ്യത്തും വിടണ്ട ആ ഭാഗത്ത്. ഇനി എന്തെങ്കിലും കൊണ്ട് ഞാനിപ്പോൾ ഒരു പഴയൊരു ബ്രഷിൻ്റെ അറ്റം കൊണ്ടാണ് കുത്തിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു തീർന്ന പേനയുടെ റീഫില്ലറോ അല്ലെങ്കിൽ ഈർക്കിലിയൊക്കെ വെച്ച് നമ്മുടെ തുണിയിലോട്ടൊന്ന് പയ്യെ കുത്തി അത് പുറത്തെടുത്ത് വരണം. അപ്പോൾ വെളിയിലോട്ട് നമ്മൾ വലിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഈർക്കിലി കൊണ്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് പുറത്തേക്ക് തള്ളിയെടുക്കണം. അപ്പോൾ ആ ടൈം മാറ്റി വെക്കാം. സ്ലീവിൻ്റെ നല്ല വശം കൂടെ ഇതുപോലെ ചേർത്തിട്ടിട്ട് സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്കിങ്ങനെ കുഴിച്ച് വെട്ടേണ്ട കാര്യമുണ്ട്. അപ്പം നമ്മൾ നടുഭാഗത്ത് അതിൻ്റെ ഒരു 2.5-3 ഇഞ്ച് താഴെ വെച്ച് നമുക്കിതുപോലെ ചെറിയ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. കുഴിച്ച് വെട്ടിയെടുക്കണേ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ ഒന്ന് മടക്കി അടിക്കണമെങ്കിൽ മടക്കി അടിക്കാം. ഞാനിപ്പോൾ അതിനുള്ള കഴിഞ്ഞ ദിവസം കട്ടിങ് വീഡിയോയിൽ ഞാൻ അത്ര എടുത്തിട്ടില്ല, 7.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 7 ഇഞ്ച് എനിക്ക് സ്ലീവ് വേണം. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു 1 ഇഞ്ചും കൂടെ അല്ലെങ്കിൽ 1.5 ഇഞ്ചും കൂടെ കൂടുതൽ സ്ലീവിന് ലെങ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ നെക്ക് ഫിനിഷ് ചെയ്യാനെടുത്ത ആ ഫാബ്രിക് ഇതുപോലെ മടക്കി അടിച്ചെടുക്കണം സൈഡ് കേട്ടോ. മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടം വെച്ച് നമ്മൾ സ്റ്റിച്ച് അതിൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ അടിഭാഗം ഇതുപോലെ മടക്കി പിടിക്കണം. എന്നിട്ട് ഈ അടിച്ചു വരുന്ന സ്റ്റിച്ച് അതിൻ്റെ മുകളിൽ കുത്തി നിർത്തിയിട്ട് വേണം തുണി നമ്മൾക്ക് പയ്യെ അത് പൊക്കി കൊടുത്ത് തുണി തിരിച്ചെടുത്തിട്ട് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ നല്ല വശം, നമ്മുടെ ആ എടുത്ത തുണിയുടെ നല്ല വശവും നമ്മുടെ യോക്കിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിൽ തയ്യത്തും വിട്ടിട്ട് ഇതുപോലെ കുത്തി നിർത്തണം. അപ്പം സ്ക്വയർ നെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ അതേ ഷേപ്പിന് തന്നെ നമുക്ക് കുത്തി സൈഡിൽ നിർത്തിയിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് വേണം അടിച്ചെടുക്കാൻ കേട്ടോ. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ നമ്മുടെ സ്റ്റിച്ചേ കൊള്ളാതെ കുറച്ച് വെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ചേ കൊള്ളാതെ കുറച്ച് ക്രോസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ അകത്തേക്ക് പിടിക്കുമ്പോൾ കിട്ടണം, അതിനു വേണ്ടിയാണ്. ഇനി അത് നമ്മൾ മടക്കി നമ്മളിതുപോലെ ഒന്ന് കൈകൊണ്ട് ഒന്ന് വരച്ച് കൊടുത്ത് ഇതുപോലെ അകത്തേക്ക് മടക്കി അതിലൊരു പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ പതിച്ചടിക്കുമ്പോൾ ഇതുപോലെ തന്നെ കുത്തി നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു സൈഡിൽ കുത്തി നിർത്തിയിട്ട് തുണി ഇതുപോലെ തിരിച്ചു കൊടുത്ത് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അപ്പുറത്ത് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ പതിച്ചടിച്ച്, അതിൻ്റെ അപ്പുറത്ത് ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിൽ ഒന്നും കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ജോയിൻ ചെയ്തെടുക്കണം. അത് നമ്മൾ കറക്റ്റ് സെൻറ്ററിലൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡ് ഭാഗത്തുനിന്ന് വലിയ കാണിയിലിട്ടിട്ട്, അതായത് 5-ൽ ഇട്ടിട്ട് വേണം ഇതുപോലെ വെറുതെ ഒരു സ്റ്റിച്ച് ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ വെറുതെ ഒരു സ്റ്റിച്ച് അടിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു നൂലയിൽ സൈഡിൽ 2 നൂലുണ്ടല്ലോ, അടിനൂലും മറ്റേ നൂലും ഉണ്ടല്ലോ, അതിലൊരു നൂല് ഇതുപോലെ വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ എളുപ്പത്തിലാണ്. നമ്മൾ അല്ലാതെ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അത് ഇതുപോലെ എളുപ്പം ചെയ്യാൻ പറ്റും. 2 സൈഡിൽ നിന്ന് അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ യോക്ക് പോർഷൻ്റെ സെൻറ്ററും അടിഭാഗത്തിൻ്റെ ആ സെൻറ്ററില്ലേ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വെക്കണം. അതുപോലെ ഒരു മുട്ട് സൂചി കുത്തി കൊടുക്കാം. എന്നിട്ട് നടുഭാഗത്ത് നമ്മൾ സിബ് വെക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് അകലം എടുക്കുന്നുണ്ട്. അവിടെ 1.5 ഇഞ്ച് വേണമെന്നില്ല, 1 ഇഞ്ച് ആയാലും മതി. നമ്മൾ ഇൻവിസിബിൾ സിബായതുകൊണ്ട് 1 ഇഞ്ച് ആയാലും മതി. ഞാനിവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയും ഭാഗത്ത് നമ്മൾ ഇത് നമ്മുടെ പ്ലീറ്റ്സ് എടുക്കുന്നില്ല, ആ ഭാഗം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഈ അടിഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം. മറ്റേ യോക്കുമായിട്ട് കറക്റ്റ് ലെവലിന് വെച്ച് സൈഡിൽ നിന്ന് അടിച്ച് വന്നിട്ട്
അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആ 1.5 ഇഞ്ച് മാറ്റി വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് സൈഡിൽ ഒത്തിരി അങ്ങ് അറ്റത്തേക്ക് പ്ലീറ്റ്സ് വേണ്ട, നടുക്ക് ആ ഭാഗത്തായിട്ട് നമ്മുടെ 1.5 ഇഞ്ച് ഇപ്പുറം മാറി നല്ല രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ആദ്യം അടിച്ചില്ലേ പ്ലീറ്റ്സ് ഇടാനായിട്ട് നമ്മൾ വലിയ കാണിയിലിട്ട് അടിച്ച ആ സ്റ്റിച്ച് ഒന്ന് നമുക്ക് വിടിയിച്ചെടുക്കാവേ. അപ്പോൾ അത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ക്രോസ് പീസ് ഒന്ന് അടിച്ചെടുക്കാം. ക്രോസ് പീസ് അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ വേണം ക്രോസ് പീസ് വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിത് എടുത്ത് പറയുന്നത് ബിഗിനേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇതുപോലെ 2 തുണിയുടെയും ഓപ്പോസിറ്റ് വശങ്ങൾ വേണം നമുക്ക് വെച്ച് കൊടുക്കാൻ. അപ്പം ഓപ്പോസിറ്റ് വശം എന്ന് പറഞ്ഞ് ഈ വെട്ട് പോർഷനാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ വെക്കുമ്പം നല്ല വശവും കൂടെ ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് സൈഡിൽ നിന്നൊക്കെ നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ വേറൊരു തുണിയെടുത്ത് നമുക്ക് ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ, വേറൊരു തുണി എങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതാ എളുപ്പമെങ്കിൽ അത് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പം ക്രോസ് പീസ് വെച്ചാണ് ബാക്ക് നെക്ക് എപ്പോഴും ഫിനിഷ് ചെയ്യാറ്. ഫ്രണ്ട് നെക്കിലെ പോലെ തന്നെ നമുക്കിത് സ്റ്റിച്ച് കൊള്ളാതെ ഒന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു മോഡലാണ്. ഇനി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ വൈറ്റ് കളർ നൂലൊക്കെ ആക്കി ഇനി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ലെവൽ കിട്ടണമെങ്കിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അടിച്ചാലും മതി. ഞാനിപ്പോൾ വരച്ചൊന്നും കൊടുക്കുന്നില്ല. ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പ്ലേറ്റ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പ്ലേറ്റ്സിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ അത് മുകളിലേക്ക് ഇതുപോലെ മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലേസ് വെക്കുമ്പം ഒരുമിച്ച് സ്റ്റിച്ച് പൊക്കോട്ടെ എന്ന് വെച്ച് ഇപ്പോഴാണ് ലേസ് അതിൻ്റെ പുറത്തേക്ക് വെച്ചാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും തയ്യൽ തുമ്പ് ഈ മുകളിലേക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് നിൽക്കാനായിട്ട് നോക്കണം. മുകളിലേക്ക് വെച്ച് ഇതുപോലെ ലേസ് അടിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ടും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നടുഭാഗം നമ്മൾ സിബ് വെക്കാൻ വേണ്ടി നടുഭാഗം വെച്ച് നോക്കിയിട്ട് എത്ര നമുക്ക് ലെങ്ത് വേണ്ടത്, സിബിന് എത്ര ലെങ്ത് വേണമെന്ന് നോക്കണം. അപ്പോൾ ഇൻവിസിബിൾ സിബ് ആയതുകൊണ്ട് നല്ല ലെങ്ത് കാണും. നമുക്കിപ്പം ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. 10.5 ഇഞ്ച് ആദ്യം 10 ഇഞ്ച് അടയാളപ്പെടുത്തി, പിന്നെ 1/2 ഇഞ്ച് താഴെ 10.5 ഇഞ്ച്, പിന്നെ ഞാനൊരു 11.5 ഇഞ്ച് ഒന്നുകൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് നമുക്ക് മുന്നേ കാണിക്കാം. ഇനി നമ്മൾ ഞാൻ ഈ ചോക്ക് വെച്ച് നടുഭാഗം ഒന്ന് അറിയാൻ വേണ്ടി, ചിലപ്പോൾ മടക്കുമ്പം അത് അറിയണമെന്നില്ല, അത് ഇതുപോലൊന്ന് സൈഡിൽ കൂടെ ഒന്ന് ചോക്ക് ഓടിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ചോക്കിൻ്റെ ഇത് കിട്ടും, നടുഭാഗം അറിയാൻ വേണ്ടിയാണേ. ഇനി വേറൊരു പീസ്, അത് ഞാൻ കഴിഞ്ഞ കട്ടിങ്ങിൽ കാണിച്ചിട്ടില്ല. വേറൊരു പീസ് ഒരു 11 ഇഞ്ച് നീളത്തിലും 3 ഇഞ്ച് വീതിയിലും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സിബ് വെക്കാനായിട്ടാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് സിബ് വെച്ച് കിട്ടും, നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും. ഇനി അത് നടുവേ മടക്കി നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് അതിൻ്റെ സൈഡൊന്ന് തേച്ച് കൊടുക്കാം. കൈകൊണ്ട് തന്നെ തേച്ച് കൊടുക്കുമ്പോൾ നടുഭാഗം നല്ല ഇതായിട്ട് കിട്ടും. ഒരു 1/4 ഇഞ്ച് ആ നടുഭാഗത്ത് നിന്ന് 2 സൈഡിലേക്കും 1/4 ഇഞ്ച് വലിപ്പത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അടിഭാഗത്ത് ഒരു വി ഷേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ വി ഷേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ വെച്ചപ്പം ആ പോർഷൻ ഞാൻ മുകളിലാക്കിയാണ് വെച്ചത്. നിങ്ങൾ തിരിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ നടുഭാഗം നമ്മൾ നടുക്ക് ഇങ്ങനെ വരയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വരയും സിബ് വെക്കാനായിട്ട് എടുത്ത ആ ക്ലോത്തിലും നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നടുഭാഗം വരച്ചിട്ടുണ്ട്. അതും കൂടെ കൂട്ടി ഇങ്ങനെ മാറിപ്പോകാതിരിക്കാനായിട്ട് മുട്ട് സൂചി കുത്തി കൊടുക്കാം. 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മളൊരു വി ഷേപ്പിലിട്ടിട്ടുണ്ട്. ആ ഷേപ്പിന് തന്നെ ആ നടുക്കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്, ആ സൈഡിൽ കൂടെയുള്ള ആ വരച്ച് കൊടുത്തേക്കുന്ന വരയെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഈ 2 വശത്ത് നമ്മൾ സ്റ്റിച്ച് പോയി. ഇനി നടുഭാഗത്തൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കൃത്യ സെൻറ്ററിൽ കൂടെ, സെൻറ്ററിൽ ഞാൻ വരയിട്ട് അത് കഴിഞ്ഞ് വരയിട്ട് കൊടുത്തു. ആ വരയോട് കൂടി കറക്റ്റ് ആ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ ആ വി പോർഷൻ്റെ സ്റ്റിച്ചേ കൊള്ളാതെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ ക്ലോത്ത് നമ്മൾ വെച്ച് കൊടുത്ത ക്ലോത്ത്
മറിച്ചിട്ടിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ പുറത്തു കൂടെ നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ അടിഭാഗത്ത് വരുമ്പോൾ അതുപോലെ തന്നെ ആ വി ഷേപ്പിലാണ് അവിടെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ അകത്തേക്ക് വലിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മറിച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അകത്തേക്ക് വരും. അത് ഇപ്പോഴല്ല അകത്തേക്ക് വെക്കുന്നത്, നമ്മൾ ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ നോർമൽ മെഷീനിലാണ് കാണിക്കുന്നത്. ഇതുപോലെ ഫൂട്ട് കിട്ടും നമുക്ക്. തയ്യൽ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ ചെന്ന് നോർമൽ മെഷീൻ്റെ ഫൂട്ട് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് ഈ കിടക്കുന്ന ഫൂട്ട് അഴിച്ചു മാറ്റണം. ഈ സ്ക്രൂവിൽ വിടിയിക്കണം. അപ്പോൾ സ്ക്രൂ ഫുള്ളായിട്ട് അഴിച്ചെടുക്കരുത്. ഇതുപോലെ പയ്യെ അഴിച്ച് സ്ക്രൂ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് ഫൂട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പുറകിലത്തെ ഇതിൻ്റെ ലിവർ പൊക്കി പിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ലിവർ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ ഫൂട്ട് കയറ്റണം. മറ്റേ ഫൂട്ട് കയറ്റുമ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കാൻ, വിടിയിച്ചെടുക്കരുത്. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ആദ്യം ടൈറ്റ് ചെയ്തിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ലെഫ്റ്റ് സൈഡ് ഫൂട്ടും റൈറ്റ് സൈഡ് ഫൂട്ടും കിട്ടും. അപ്പോൾ ഞാൻ രണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോർമൽ ഫൂട്ടിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ സിബ് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. സിബിൻ്റെ ഈ ലോക്ക് ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുമ്പോൾ ഒരേപോലെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇൻവിസിബിൾ സിബ് എങ്ങനെയാണോ നമുക്ക് കിട്ടുന്നത് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയല്ല നമ്മൾ വെച്ച് കൊടുക്കുന്നത്, അത് നേരെ തിരിക്കണം. സിബിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന സിബ് ഇതാ കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് സിബ് വെച്ച് കിട്ടുന്നത്. അങ്ങനെ ഇരിക്കുന്ന സിബ് ഇതുപോലെ തിരിച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ സിബിൻ്റെ ആ ഫൂട്ടിൻ്റെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ അടിച്ചെടുത്തല്ലോ, നമ്മൾ പതിച്ചടിച്ച് ആ ഭാഗത്ത് വരണം. അങ്ങനെ വേണം അത് കുത്തി കൊടുക്കാനായിട്ട്. മുട്ട് സൂചി കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കണം, നേരെ വെച്ച് നോക്കണം കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന്. അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ലെവലിനൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും അങ്ങനെ തന്നെയാണ് നമ്മൾ സിബ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വെറുതെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എവിടം വരെയാണ് സ്റ്റിച്ച് വേണ്ടത് നമ്മൾ അടയാളപ്പെടുത്തിയില്ല, ആദ്യം ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി ആ 10 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അര ഇഞ്ച് നമുക്ക് ഇത് അകത്തേക്ക് എടുക്കാൻ വേണ്ടി ഇടാനായിട്ട് കേട്ടോ. അവിടെ ഒരു സ്പേസ് വരും, ഒരു ചെറിയ ഹോൾ പോലെ കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വേണം അവിടെ കൊണ്ട് ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നേരെ പിടിച്ച് അവിടെ ലോക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ ഫോൾഡ് നമുക്ക് നിവർത്തിയെടുക്കണം. അതിൻ്റെ അകംവശം നല്ല പോലെ നിവർത്തിയിട്ട് സിബിൻ്റെ ആ ബോട്ടം പോർഷൻ നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റും. അതിലേക്കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് നല്ല പാടായിരിക്കും. ശ്രദ്ധിച്ച് സിബേ കയറാതെ തന്നെ അടിച്ചു കൊടുക്കണം. സിബേ കയറിയാൽ നമുക്ക് പെട്ടെന്ന് സൂചി ഒടിയും, പിന്നെ നമ്മുടെ സിബ് ഇടാൻ പറ്റാതാകും. നമുക്ക് അവിടെ വെച്ചിങ്ങനെ സ്റ്റക്കായി നിൽക്കും. അതുപോലെ തന്നെ സിബ് അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നൂലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇത് സിബിനകത്ത് കയറി സിബ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. രണ്ട് സൈഡും അതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ വരികയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ആ ഭാഗം ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഇതുപോലെ സിബിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ പോരാൻ പാടുണ്ടെങ്കിൽ പുറകെ നിന്ന് പയ്യെ ഒന്ന് നമുക്കൊന്ന് വലിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ ലോക്ക് ഇട്ട് നിർത്താം. ഇനി നമുക്ക് ആ എടുത്ത തുണിയില്ലേ, നമ്മൾ വെച്ച് കൊടുത്ത തുണിക്ക് കുറച്ച് വീതി കൂടുതലുണ്ട്. അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് അത്രയും വീതിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ സിബിനകത്ത് കയറാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ എടുത്താൽ മതി. ഞാനിപ്പോൾ കൂടുതൽ ഇച്ചിരി എടുത്തന്നേ ഉള്ളൂ. കട്ട് ചെയ്ത് മാറ്റിയാലും മതി. ഇനി ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കണം. സിബ് സ്മൂത്തായിട്ട് കയറി പോകണ്ടോ എന്ന് നോക്കണം. എവിടെയെങ്കിലും സിബയിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമാവുമേ. സിബിൻ്റെ മേൽഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നെക്കിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഇട്ടിട്ടില്ലേ,
അരയിഞ്ച് മതിയാകും. നമുക്കിതുപോലെ എന്തെങ്കിലും വെച്ച് അകത്തേക്ക് കുത്തി സിബ് അകത്തേക്ക് വലിച്ചെടുക്കണം. ഇനി നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സിബ് ഇത്ര നീളം ഇനി അകത്തേക്ക് കിടക്കണ്ട, നമുക്കത് ആവശ്യത്തിന് ഉള്ള നീളം ഇട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും മതി, നമുക്ക് ബാക്കി കട്ട് ചെയ്ത് മാറ്റാവേ. ഇനി നമ്മളൊരു 1 ഇഞ്ച് താഴെ, ആ സ്റ്റിച്ചിൻ്റെ 1 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തിയിട്ട് അവിടുന്ന് ഒരു ലോക്ക് ഇട്ട് ചെരിച്ച് ഈ സിബ് പിടിച്ച് നമുക്ക് സിബ് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് നമ്മൾ ആ സൈഡിൽ അടിച്ചിട്ടില്ലേ, ഇതാ ഈ ഒരു സ്റ്റിച്ചിലോട്ട് ചെരിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ കൈകൊണ്ട് അകത്ത് ആ സിബ് മാറ്റിയിട്ട് വേണം അടിച്ചു കൊടുക്കാനേ. ശ്രദ്ധിച്ച് അടിച്ചു കൊടുക്കണം. തിരിച്ച് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഒരു സ്റ്റിച്ച് നന്നായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിവർത്തിയിട്ട് നോക്കാം. ഇതാ ഇതുപോലെ ഇരിക്കും. നമ്മുടെ നെക്ക് രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുക്കാം, ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടെ. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് അടിച്ചതേ ഉള്ളൂ, നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചതേ ഉള്ളായിരുന്നു. ഫ്രണ്ട് നെക്ക് നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടെ യോജിപ്പിച്ചെടുക്കാം. ബാക്ക് പാർട്ടിലേക്ക് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പോയിൻ്റ് മാറി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ക്രോസ് പീസ് ഇതുപോലെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. അതായത് ഫ്രണ്ട് പോർഷൻ്റെ ചീത്ത ഭാഗത്തേക്ക് മടക്കി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാനാണ്, ബാക്ക് പോർഷൻ ഫിനിഷ് ചെയ്തെടുക്കാനാണ് ഇതുപോലെ തിരിച്ച് തുണി എടുക്കുന്നത്. നമുക്ക് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഭാഗത്ത് എപ്പോഴും 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. 2 ഭാഗവും ഇത് കണ്ടോ, സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡർ കിട്ടും. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം, നമ്മുടെ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഷോൾഡറിൽ കൂടെ ഇതുപോലെ പതിച്ചൊന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ എല്ലാ നൈറ്റിക്കും ഇതുപോലെ ഷോൾഡറും നെക്കും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മടക്കി അകത്തേക്ക് മടക്കി. അപ്പം ഈ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതുപോലെ അടിച്ചു കൊടുക്കാവുള്ളൂ. ഒത്തിരി വലിക്കരുത്, ക്രോസ് പീസ് ഒത്തിരി വലിച്ചടിക്കരുത്, നമ്മുടെ നെക്കിന് ഫിനിഷിങ് ഇല്ലാതായി പോവും, വല്ലാതെ വലിഞ്ഞിരിക്കും നെക്ക്. പയ്യെ ഇതുപോലെ ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലീവ് ഇങ്ങനെ വെച്ച് നോക്കണം, കുഴിഞ്ഞിരിക്കുന്ന സ്ലീവിൻ്റെ ആ പോർഷൻ ഫ്രണ്ട് പോർഷനിൽ വരണം. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിക്ക് സ്ലീവിന് നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നോച്ച് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ആ നടുഭാഗത്ത് നമ്മളിപ്പോൾ അടിച്ചെടുത്ത ആ ഭാഗത്തായിട്ട് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇതുപോലെ ആ നോച്ചും നമ്മുടെ അടിച്ചെടുത്തേക്കുന്ന ആ ഭാഗമില്ലേ കറക്റ്റ് സെൻറ്റർ വെച്ച് അവിടുന്ന് താഴേക്ക് അടിച്ചു കൊടുക്കാം. അതിനുശേഷം അതുപോലെ തന്നെ മുകളിലേക്ക് വരാം. അപ്പം 2 സ്റ്റിച്ച് നമ്മുടെ സ്ലീവിന് വരണം, നന്നായിട്ട് ജോയിൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പുറകിലേക്ക് അടിക്കണം, 2 സൈഡും അതുപോലെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ലേസൊക്കെ നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അകത്തേക്ക് ഒത്തിരി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കുത്തി കയറാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ, ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പം ഞാൻ ഇവിടെ സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം. സൈഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ഒന്ന് അളന്ന് നമ്മുടെ ആ അളവ് അളന്നെടുത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് അടിച്ചു കൊടുത്താലും മതി. സ്ലീവിൻ്റെ അറ്റം അടിക്കുമ്പോൾ എപ്പോഴും ലോക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്റ്റിച്ചിങ് വിട്ടു പോരും. ഇനി അത് അടയാളപ്പെടുത്തിയ ഭാഗത്തൂടെ നമുക്ക് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് ഭാഗത്ത് ഇതുപോലെ നോച്ചിട്ട് കൊടുത്തെടുത്ത് നമ്മുടെ ടൈ വെച്ച് കൊടുക്കണം. അടിച്ച് വരുമ്പോൾ ഇതുപോലെ ടൈ അകത്തേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, അകത്തേക്ക് വെച്ചിട്ട് 2 തുണിയുടെ അകത്തായിട്ട് ടൈ പോകണം. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുക്കുമ്പം ആ ടൈയുടെ ഭാഗത്ത് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, ലോക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ടൈ പെട്ടെന്ന് വിട്ടു പോരത്തില്ല. ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടിയിൽ എന്തായാലും ഈ നൈറ്റിക്ക് പ്ലീറ്റ്സ് ഒന്നും ഇടുന്നില്ല. നമുക്ക് ചുരിദാറൊക്കെ അടിച്ചെടുക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മുടെ ടോപ്പിൻ്റെ കുർത്തിയുടെയൊക്കെ അടിയിൽ നമ്മൾ മടക്കി അടിക്കുന്ന പോലെ തന്നെ ഇതിനും മടക്കി അടിച്ചാൽ മതി. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും 2 സ്റ്റിച്ച് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനെപ്പോഴും നൈറ്റി അടിച്ചു കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കാറ്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് തയ്ച്ചു കൊടുക്കുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ അടുത്ത ഓർഡർ. അപ്പം ഞാൻ ഫ്രണ്ട് പോർഷൻ എടുത്തപ്പോൾ 3 ഇഞ്ച് എടുത്തില്ലേ, കുറച്ച് കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയെന്ന്. എനിക്കിത് അത്രയും മിച്ചം വന്നുള്ളൂ. അത് നമുക്കൊന്ന് ലെവലിന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനിൽ ഒരു അര ഇഞ്ച് എനിക്ക് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതും കട്ട് ചെയ്തിട്ട് നമുക്ക് അടിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് കാണുന്നതിന് മുമ്പ് കട്ടിങ് കാണാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്